ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് എല്ലാം ചെയ്തിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പിന്നെ കുറച്ച് മടിയും ഉണ്ടായിനി. മടി പിന്നെ നമ്മളെ മെയിൻ കാരണമാണല്ലോ ഇപ്പം വീഡിയോസ് ചെയ്യുന്നതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു പരീക്ഷണം പോലെ ചെയ്തതാണ്. അത് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സക്സസ് ആയാലും ഇല്ലെങ്കിലും ഞാനത് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷേ അതിന് ഇത്രയും താമസം പിടിക്കുമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. ഈ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഇപ്പം കുറച്ച് ദിവസമായി. ഈ പറഞ്ഞ മടി കാരണം തന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. പക്ഷേ ഇത് കുറച്ചും കൂടെ മുന്നേ റിസൾട്ട് കിട്ടുമായിരുന്നു. കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ അന്നേരം സംശയം പറഞ്ഞ ഉറുമ്പ് തന്നെയാണ് കേട്ടോ. പുഴുക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ BSF ലാർവ വന്നിട്ട് ബക്കറ്റിനകത്ത് ഇരിക്കുന്നതും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി. മുട്ടയിടുന്നും ഉണ്ടായിനി. പക്ഷേ ഇടുന്ന മുട്ട തെച്ചും ഈ ഉറുമ്പ് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വീഡിയോ അന്നേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ബക്കറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ദ്വാരം ഉണ്ടായിനെ. അപ്പോൾ അതിലേ കൂടിയാണ് ഉറുമ്പ് കയറുന്നുണ്ടായത്. അപ്പോൾ അതുവഴി നമ്മളെ പുഴുക്കളെല്ലാം പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങി വന്നിട്ട് നിന്നിട്ടുമുണ്ട്. ഞാനത് ഒട്ടിച്ചു. പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഉറുമ്പിൻ്റെ വരവ് നിന്ന്. പക്ഷെ എന്നാൽ ഈ പുഴുക്കളെല്ലാം പുറത്തേക്ക് എങ്ങനെയോ ചാടി വന്നിട്ടുണ്ട്. പരീക്ഷണം എന്തായി നോക്കാൻ വേണ്ടി ഇന്ന് വന്ന് നോക്കിയിടത്താണ് ഈ പുഴുക്കളെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ അവരെല്ലാം ഏകദേശം ആയി. നമ്മളെ പുഴുക്കളിൽ നിന്ന് ആദ്യം വീണ്ടും ബ്ലാക്ക് സോൾജർ ഫ്ലൈ ആവുന്നതിലേക്കുള്ളൊരു മാറ്റത്തിലേക്ക് എത്തിയവർ. അങ്ങനെ ആ ഈ കറുപ്പ് കളർ പുഴു ആവുന്ന സമയത്ത് പിന്നെ അത് വീണ്ടും ആ പ്രാണിയായി മാറുന്ന പറയുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. ഞാനിങ്ങനെ യൂട്യൂബിലെല്ലാം നോക്കിയാലും കണ്ടതാണ്. അതിനെക്കുറിച്ച് ആധികാരികമായി അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ കോഴികൾക്ക് ഈ തീറ്റ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചെറുതു മുതലേ ഞാനിത് കൊടുത്ത് ശീലിപ്പിച്ചതുകൊണ്ട് ഇവർക്ക് അതിന് നല്ല പരിചയമാണ്. നല്ല രുചികരമായ തീറ്റ ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് കൊടുത്തതിന് അന്നേരം തന്നെ അവർ ഓടി വന്ന് തിന്നും. പിന്നെ ഈ ഗ്രാമശ്രീ കോഴികൾക്ക് ആദ്യമല്ല അതൊരു പേടിയാണ് ഉണ്ടായത്. തിന്നാൻ വേണ്ടിയിട്ട് പുഴുക്കളിങ്ങനെ എഴുതാണുമ്പോൾ ഒന്ന് മടിച്ച് നിൽക്കും. തിന്നണോ വേണ്ടിയോ എന്നുള്ള ഡൗട്ടാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് കൊടുത്ത് ശീലമായതുകൊണ്ട് അവരും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടാണ് ഉള്ളത്. ഞാനതാണ് തീറ്റ എടുത്തിട്ട് കുറച്ച് പുറത്ത് ഇട്ട് കൊടുത്ത് ഇപ്പം വീണ്ടും എടുക്കുന്ന കണ്ടേർത്ത് ആൾ മേലക്കറി വന്ന് നിന്നതാണ്. എന്താ ഈ ഒരു കട്ടേൻ്റെ അകത്തെല്ലാം കണ്ട എത്രയാ പുഴുക്കളിങ്ങനെ നിറഞ്ഞു കിടക്കുന്നതെന്ന്. എല്ലാ സൈഡും ഉണ്ട് ആ കട്ടേൻ്റെ അകത്ത്. അതിപ്പോൾ ഞാൻ ഈ എന്താ പറയുക, നമ്മളെ ചെമ്മീൻ്റെ വേസ്റ്റ് കൊണ്ടിടുന്ന സമയത്ത് ഒരു ലേശം അതിൻ്റെ ഒപ്പം ഉണ്ടായ വെള്ളം നനഞ്ഞ ഭാഗമാണത്. അപ്പോൾ അതങ്ങനെ അവിടെ സെറ്റായി നിന്ന് അതിൻ്റെ ഉള്ളിലാണ് ഈ പുഴുക്കൾ അത്രയും ഉള്ളത്. കണ്ടോ, ഓരോ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കയറ്റി ഇങ്ങനെ പൊട്ടിക്കും തോറും കാണുന്നുണ്ട് അതിനകത്ത്. ഈ ഒരു തീറ്റൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും സ്മെല്ലില്ല എന്നുള്ളതാണ്. ചെമ്മീൻ്റെ തലയും വേസ്റ്റിലും ഇട്ടിട്ട് ആക്കിയതാണെങ്കിലും കൂടി ഒട്ടും സ്മെല്ലേ ഇല്ല. കാരണം നനവ് അങ്ങനെ വരുന്നില്ല. കാണില്ലേ, നിങ്ങൾ തന്നെ കാണില്ല, ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന ഡ്രൈ തീറ്റയാണ്. അങ്ങനെ ഡ്രൈ ആയി കിടക്കുകയാണ്. അതുകൊണ്ട് സ്മെല്ലും ഇല്ല. എടുക്കുന്നവർക്ക് പുഴുവിനെടുത്ത് കൊടുക്കാന്ന് വെച്ചാൽ ഒരു അറപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും ക്ലീനായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത്രപ്പാട് പുഴുക്കൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന്. കുറച്ചെന്തെങ്കിലും ഉണ്ടാവുമെന്ന് അങ്ങനെ വിചാരിച്ചതേ ഇല്ലു. പക്ഷേ ഇത്രപ്പാട് പുഴുക്കൾ ഇതിനകത്തുണ്ട്. ഇനിയിപ്പോൾ ഇതിനെല്ലാം എടുത്ത് മാറ്റിയിട്ടൊന്ന് കോഴികൾക്ക് ഇട്ട് കൊടുക്കണം. കുറച്ചും കൂടി വളർന്നാൽ നല്ലതായിരിക്കും. ചെറുതുണ്ട് അത്ര അവരെല്ലാം. അതിൻ്റെ താഴത്തെല്ലാം പുഴുക്കൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ആ ബക്കറ്റൊന്നും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്താ കുറച്ച് കഴിയുമ്പോഴത്തേക്കുള്ള അവസ്ഥയാണ്. ബക്കറ്റിന് ചുറ്റിലും നോക്കറ ഫുള്ളും മൂടിയിലും എല്ലായിടത്തും പുഴുക്കളാണ്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് വാരിയിട്ടിട്ട് കോഴികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ കൊടുക്കുന്നത് ഇവർക്ക് കൊടുക്കുന്നതല്ല, നമ്മുടെ BV3 കോഴികളുണ്ടല്ലോ അവർക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവർക്ക് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്തെല്ലാം ഞാൻ ഇതുപോലെ തുറക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ വാരിയിട്ട് കൊടുക്കലുണ്ട്. പുഴുക്കളി ഉണ്ടാക്കി കൊടുക്കാൻ പലർക്കും ആഗ്രഹമായിരിക്കും. പക്ഷേ ഈ സ്മെല്ലും കാര്യങ്ങളെല്ലാം വിചാരിച്ചിട്ട് പലരും ഉണ്ടാക്കി കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഈ ചെയ്ത പോലെ അവിലിൻ്റെ തവിടും തേങ്ങാപ്പിണ്ണാക്കെല്ലാം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. പഴകിയ അരിയോ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ചാക്കിൽ കെട്ടിയിട്ട് ചെറുങ്ങനെ ഒന്ന് നനച്ചിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ പുഴുക്കൾ ഉണ്ടാവുമേ. ഒട്ടും സ്മെല്ലോ അല്ല ഒരു ഞെട്ടോ ഇല്ലാണ്ട് ഞാനിത് എടുക്കുന്നതുണ്ട്. അത്രയും ഡ്രൈ ആയിട്ടാണ് തീറ്റ കിടക്കുന്നത്. ഏത് മൂലക്കുന്ന് വാരിക്കഴിഞ്ഞാലും തീറ്റ ഈ പുഴുക്കളാണ് ഇതിനകത്തുള്ളത്. ഇത് കണ്ട. പക്ഷെ എല്ലാവരും വളരുന്നത്രേ, ചെറിയ ചെറിയ പുഴുക്കളുണ്ട് അത്രേ. അപ്പോൾ കുറച്ചും കൂടി വളർന്ന് നല്ല ഉഷാറായി കഴിഞ്ഞാൽ കോഴികൾക്ക് കൊടുക്കാനും അവർക്കും കുറച്ചും കൂടെ നല്ലതാണ്. എന്താ പറയുക, ചെറുതിനെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ച് വലിപ്പമുള്ളതിനെ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനിട്ട ചെമ്മീൻ വേസ്റ്റിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇപ്പം കാണിച്ചത്. അതിൻ്റെ സൈഡിലുള്ളത് ആ ചെമ്മീൻ വേസ്റ്റാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് പുഴുക്കളാവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താ പറയുക, ഞാൻ ഈ പരീക്ഷണം നടത്താൻ വേണ്ടി കുറച്ച് ചെമ്മീൻ്റെ വേസ്റ്റ് ഇട്ടിട്ടുണ്ടായിനി. ആ സമയത്ത് വന്ന പുഴുക്കളെ എല്ലാത്തിനെയും ഉറുമ്പ് തിന്നിട്ടുണ്ടായി. അതിന് ശേഷം ഞാൻ വീണ്ടും ഇതുപോലെ ചെമ്മീൻ കിട്ടിയ സമയത്ത് അതിൻ്റെ വേസ്റ്റ് ഇതുപോലെ ഇതിനകത്ത് ഇട്ട് വെച്ചതാണ്. അതിനകത്താണ് വീണ്ടും പുഴുക്കളുണ്ടായത്. അപ്പം ഉറുമ്പ് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒട്ടിക്കുവാക്കുമെല്ലാം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ലേശം വിതറിയിട്ടുണ്ടായിനി. അതിന് പകരം കൂറച്ചോക്കെല്ലാം ഉപയോഗിച്ചാൽ മതി എന്ന് അന്നേരം എനിക്ക് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിനി. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. ആ ഒരു ഹോൾസ് അടച്ച സമയത്ത് തന്നെ ഉറുമ്പിൻ്റെ ശല്യം എനിക്ക് നിന്നിട്ടുണ്ടായിനി. ഉറുമ്പ് കയറിയത് ആക്കിയതല്ല എന്നിട്ട്. ഇപ്പോൾ ഇത് ഈ വീഡിയോ ലേറ്റ് ആവാൻ തന്നെ കാരണം അങ്ങനെ ഉറുമ്പ് കയറുന്ന ആക്കുന്നൊന്നും വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് ലേറ്റായാലും നമ്മുടെ പരീക്ഷണം വളരെയധികം സക്സസ്ഫുള്ളാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കോഴികൾക്ക് ഈ സമയം ഇങ്ങനെ ഒരു നല്ല പ്രോട്ടീൻ തീറ്റ കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഓർത്തിട്ട് നല്ല സന്തോഷം തന്നെയുണ്ട്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോഴികളെ ഞാൻ അടച്ചിട്ട് വളർത്തുന്നില്ല, തുറന്നു വിട്ടിട്ട് തന്നെ വളർത്തുന്നതാണ്. ഇപ്പം മഴയായതുകൊണ്ട് അവരെ പുറത്തേക്ക് തുറന്നു വിട്ടാലും പ്രത്യേകിച്ച് കാര്യമില്ല. എല്ലാവരുടെയും വെള്ളം കയറിയതുകൊണ്ട് അവർക്ക് അങ്ങനെ പുറത്തൊന്നും പോയി ചിക്കിച്ചതിന് തിന്നാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഈ ഒരു പരീക്ഷണം വിജയിച്ചത് അത്രയും ഹാപ്പിയാന്ന്. അപ്പോൾ ഞാനിതാ തീറ്റ എടുത്തിട്ട് BB380 കോഴികളെ കൂട്ടിലാണ് കേട്ടോ കൊണ്ടുവച്ച് കൊടുത്തിട്ടുള്ളത്. അവരിങ്ങനെ അന്താളിച്ച് നോക്കിയാണ്. ഇതേ ടൈപ്പ് തന്നെയാണ് ഉണ്ടായിന് ഞാൻ ആ ഗ്രാമശ്രീ കോഴികൾക്ക് ആദ്യം കൊടുത്ത സമയത്തും. പുഴു ഇങ്ങനെ എഴയുന്ന കാണുന്ന സമയത്ത് അവർ തിന്നലുണ്ടായിട്ടില്ല. അത് ഗ്രാമശ്രീ കോഴികളെന്നല്ല, നമ്മുടെ നാടൻ കോഴികളായാലും വിരിഞ്ഞിറങ്ങി കുറച്ചാകുമ്പോൾ തന്നെ ഞാൻ ഈ തീറ്റ കൊടുക്കലുണ്ട്. ആദ്യം തന്നെ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ അവർക്കും ഇത് ഭയങ്കര കൺഫ്യൂഷനാണ്. എന്താ ചെയ്യേണ്ടത്, തിന്നേണ്ടതാണെന്നുള്ളൊരു പരുവത്തിൽ നോക്കലാണ്. അതിലൊരാൾ കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലും വന്ന് തിന്നോളും. ഞാനിത് ഇവർക്ക് കൊണ്ടുവച്ച് കൊടുത്ത് കുറേ നേരം നോക്കി. ഒരാളെങ്കിലും കൊത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആൾ തിന്നോളും. പക്ഷെ ആരും കൊത്താൻ കൂട്ടാക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കി നിന്നിട്ട് പോകുന്നതല്ലാണ്ട് ഒരാൾ പോലും തിന്നുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഞാനിവിടെ കുറേ സമയം ഇതും വെച്ച് നിന്ന് ഒരു അരമണിക്കൂറോളം ഞാൻ ഏകദേശം നിന്നിട്ടുണ്ടാവും. തിന്നോ ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ എടുത്ത് പുറത്തേക്ക് കൊണ്ട് ബാക്കിയുള്ള കോഴികൾക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇതൊരാൾ വന്നിട്ട് മെല്ലെ ഒന്ന് കൊത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് മറ്റുള്ളവർക്കും കൂടെ ധൈര്യം വന്ന് ഓരോരാളായിട്ട് വന്ന് കൊത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികം നേരം ഇവരുടെ അടുത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തായി തീറ്റ മെല്ലെ വാരി എടുത്തിട്ട് ഇവരെ തീറ്റേൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഴുക്കളി എടുത്തിട്ട് ലെയർ മാഷ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി വന്നതും കൂടെ തേച്ച് ഞാൻ വാരിയിട്ട് ഇലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുന്ന തീറ്റകളിൽ ഇവരിങ്ങനെ തിന്നുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ബാക്കി വന്ന ലേശം തീറ്റ ഉണ്ടായിനി, ലേശം പുഴുക്കൾ, അതിനെ ഞാൻ പുറത്തിട്ട് കൊടുത്ത് ബാക്കിയുള്ള കോഴികൾ തിന്നോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ എടുക്കാനുണ്ട് അത്രയും, അതെല്ലാം എടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നല്ലതായാലും മോശമായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും, അതുപോലെ തന്നെ കോഴിയെ വളർത്തുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.